ആലപ്പുഴ കോസ്റ്റൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഡിജിറ്റൽ ലേണിംഗ് പ്രോജക്റ്റിന്റെ ഭാഗമായി ട്രയൽ വേർഷനായിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമാണെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മളെല്ലാവരും തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പലതരത്തിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടറുകളുടെ ബ്രെയിൻ എന്ന് വിശേഷിക്കപ്പെടുന്ന മൈക്രോ പ്രോസസർ ഉപയോഗിച്ചിട്ടുള്ള പലതരം ഉപകരണങ്ങൾ. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ പലപ്പോഴും ചില എല്ലാത്തിനും അടിസ്ഥാനമായ ചില കാര്യങ്ങൾ നമ്മളായാലും അറിയേണ്ടതുണ്ട്. അതിലേക്ക് വെളിച്ചം വീശാനാണ് എന്റെ ഈ ചെറിയ ശ്രമം. എന്തുകൊണ്ട് പലരും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ള വിവരങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു? അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പല കാരണങ്ങളും. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടർ സാധാരണഗതിയിൽ അത് മറ്റുള്ള കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അതിലേക്ക് പുറത്തുനിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം മറ്റുള്ള പല കമ്പ്യൂട്ടറുകളുമായി എന്തെങ്കിലും തരത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് നടക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പലരും പല രീതിയിൽ അത് ആക്സസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മളപ്പോൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഇത് എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ സെക്യൂരിറ്റി നമ്മൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ പല ആക്ഷനുകൾക്കും ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറുകളെ നമുക്ക് കൂടുതൽ സെക്യൂർ ആക്കാം, സേഫ് ആക്കാം എന്നതിനെ പറ്റി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കുക എന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. ഒന്ന് രണ്ട് ബ്രാൻഡുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും ഫ്രീ ആയി ലഭിക്കുന്നവ അവീറയുടെ ആന്റിവീർ എന്നൊരു പ്രോഗ്രാം നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്റർനെറ്റിൽ നിന്ന് വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് ഇത് കാണിക്കുന്നത്. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറസുകൾ എന്ന് പറയുന്നതും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. ഈ വൈറസുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പഠിച്ച് അതിന്റെ ഈ വൈറസ് പ്രോഗ്രാമുകൾ മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് വൈറസ് പ്രോഗ്രാമുകൾ എന്താണ് ചെയ്യുന്നത് അതിന് മറുമരുന്ന് പോലെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ആണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ. ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് പലതരത്തിലും ലഭ്യമാണ്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പേരുകൾ ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ക്ലാമ്പിൻ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വളരെ ഫ്രീ ആയി അവൈലബിൾ ആണ്, ഓപ്പൺ സോഴ്സ് ആണെന്ന് തോന്നുന്നു. ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾ പേ ചെയ്യാൻ, കാശ് മുടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് പെയ്ഡ് സോഫ്റ്റ്വെയറുകളും ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു നല്ലൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉണ്ടായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെമ്പാടും ദിവസം പ്രതി വളരെയധികം പുതിയ വൈറസ് പ്രോഗ്രാമുകളും വേംസും അങ്ങനെ പലതരത്തിലുള്ള പുതിയ നമ്മുടെ കമ്പ്യൂട്ടറിന് നാശകരമാണ് പല പ്രോഗ്രാമുകളും ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇമെയിലുകൾ വഴിയോ നമ്മൾ ഉപയോഗിക്കുന്ന
മീഡിയകൾ വഴിയോ, അതായത് USB, CD മുതലായ സാധനങ്ങൾ വഴിയോ, ഫ്ലോപ്പി ആരും ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും അപ്പം പല മീഡിയ വഴി നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതിനെതിരായി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്ന ഒരു ആന്റിവൈറസ് പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോഗ്രാമാണ്. പല പുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ലക്ഷക്കണക്കിന് ലൈൻസ് ഓഫ് കോഡ്സ് ആണുള്ളത്. അപ്പം ഇതിനകത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട്, ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിനൊക്കെതിരായിട്ട് ഈ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്ന കമ്പനികൾ പാച്ചുകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ കോഡുകൾ ഇടയ്ക്കിടെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം പല വൈറസ് പ്രോഗ്രാമുകളും ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പ്രോഗ്രാമുകളിലോ ഉള്ള ഈ ബഗ്സ് അല്ലെങ്കിൽ ഈ വൾനറബിലിറ്റി മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തെ ആക്രമിച്ച് കീഴടക്കുന്നത്. അപ്പം നമ്മൾ ഈ പാച്ചുകൾ എപ്പോഴും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലുള്ള മറ്റു പ്രോഗ്രാമുകളും പാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനുള്ള സാധ്യതകൾ നമ്മൾ വളരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂർ ആകുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിനെ സേഫായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് നമ്മുടെ അടുത്തുള്ള പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒക്കെ പാച്ച് ചെയ്യുക. എപ്പോഴും പുതിയ പുതിയ പാച്ച് അവൈലബിൾ ആകുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വരുന്ന ഇമെയിലുകൾ വഴി വരുന്ന വൈറസുകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നവയും ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നവയാണ്. അപ്പം പ്രത്യേകിച്ചും നമുക്ക് വരുന്ന ഇമെയിലുകളിൽ ഒരുപാട് അറ്റാച്ച്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്താണെങ്കിലോ നമ്മളറിയാത്താണെങ്കിലോ അയക്കുന്നതിലൊക്കെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അറ്റാച്ച്മെന്റുകളൊക്കെ തുറക്കുക. അപ്പൊ അത് ഒഴിവാക്കുന്ന വഴി തന്നെ അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ തുറക്കുകയോ അറിയാത്തവരിൽ നിന്നുള്ള ഇമെയിലുകൾ പെട്ടെന്ന് യാതൊരു മുൻകരുതലുകളുമില്ലാതെ തുറക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുന്ന വഴി തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫയർവാൾ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ പല നല്ല ഫയർവാൾ പ്രോഗ്രാമുകളും അവൈലബിൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ഫയർവാൾ പ്രോഗ്രാമുകളുടെ ധർമ്മം ഒരു ഓഫീസിലുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ധർമ്മത്തിന് ആയിട്ട് സാമ്യമുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മളുടെ ID ചെക്ക് ചെയ്യുകയോ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്ത് ആ ഓഫീസിലുള്ള നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആരുടെയെങ്കിലും അടുത്തേക്ക് വിടുന്നത് പോലെ തന്നെ ഈ ഫയർവാൾ പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഇൻഫർമേഷനും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകുന്ന എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ആശയവിനിമയം നടക്കുന്നത് പാക്കറ്റുകളായിട്ടാണ്. പാക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഭാഷ ബൈനറിയാണ്, 1 0. ഈ ബൈനറി ലാംഗ്വേജിലുള്ള 1കളുടെയും 0കളുടെയും ഒരു സഞ്ചയനം, ഒരു പാക്കറ്റ്. അപ്പം ഈ പാക്കറ്റുകൾ ഒരു ഫയർവാൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ പാക്കറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകുമ്പോഴും ഈ പാക്കറ്റുകളെ വിശകലനം ചെയ്ത് അതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളാണോ വരുന്നതെന്ന് ഉറപ്പുവരുത്തി, ഇല്ല എങ്കിൽ അതിനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടത്താതിരിക്കുകയോ ചെയ്യാൻ ഈ ഫയർവാൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പം നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷനും എപ്പോഴും കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരുന്ന സാഹചര്യത്തിലൊക്കെ ഫയർവാൾ പ്രോഗ്രാമുകൾ, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫയർവാൾ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി.